ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ 2 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 ചാണക്യനീതി, 2 റിലേഷൻഷിപ്പ്. 2 അധ്യായങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കേൾക്കാനും മനസ്സിലാക്കാനും. ആദ്യം പറയുന്നത് റിലേഷൻഷിപ്പാണ്. ഈ 5 സ്വഭാവം നിങ്ങളുടെ കാമുകനുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, ഇങ്ങനെയുള്ളവർ നിങ്ങളെ ചതിക്കും. പ്രണയിക്കുന്നതിന് മുൻപ് ഒരാളുടെ പശ്ചാത്തലം ആരും അന്വേഷിക്കാറില്ല. പിന്നീട് പശ്ചാത്തലമെല്ലാം അറിയുമ്പോൾ പല ബന്ധങ്ങളും വേർപിരിയാൻ കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് യോജിച്ചതാണോ അല്ലെങ്കിൽ ചതിക്കുമോ എന്നറിയാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 1. ദേഷ്യപ്പെടുക. ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെടുന്ന കാമുകനാണോ നിങ്ങളുടേത് എങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകില്ല. 2. അപമാനിക്കുക. നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ കളിയാക്കുന്ന ഈ മനോഭാവം ഭാവിയിൽ നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കും. 3. കള്ളം പറയുക. നിങ്ങളുടെ പങ്കാളി ഒരു കാരണവുമില്ലാതെ എപ്പോഴും നിങ്ങളോട് കള്ളം പറയുകയാണെങ്കിൽ ആ ബന്ധം ഉടനടി ഉപേക്ഷിച്ചോണം. 4. അനുവാദമില്ലാതെ. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ലൈംഗികത ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം ഒരിക്കലും നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. 5. പണം. നിങ്ങളുടെ പങ്കാളി നിരന്തരം പണം ആവശ്യപ്പെടുകയും അങ്ങനെ നിങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവർ നിങ്ങളെ ചതിക്കും. മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ. നയതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. ഈ അറിവുകൾ അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ പാത കാണിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു. ചാണക്യൻ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജനനത്തിനു മുന്നേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ ഉറപ്പിച്ചതായിരിക്കും. ചാണക്യൻ പറയുന്നതനുസരിച്ച് ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. മാറ്റാൻ സാധിക്കാത്ത ആ 5 കാര്യങ്ങൾ ഇതാണ്. 1. കർമ്മങ്ങൾ. ഓരോ വ്യക്തിയും ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമെന്ന് നിർണയിക്കുന്നത് അവന്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളാണ്. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതകാലത്ത് ഇത് ആഗ്രഹിച്ചാലും മാറ്റാൻ കഴിയില്ല. 2. അറിവ്. മനുഷ്യ ജീവിതത്തിൽ ഒരു കുട്ടി നേടുന്ന അറിവിന്റെ അളവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് തീരുമാനിക്കുന്നതെന്ന് ചാണക്യൻ അഭിപ്രായപ്പെടുന്നു. 3. കർമ്മഫലം. ഒരു വ്യക്തി തന്റെ മുൻജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തീർച്ചയായും അയാൾക്ക് അതിന്റെ കണക്ക് ലഭിക്കുമെന്ന് ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു. 4. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിക്കണം എന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെടുമെന്ന് ചാണക്യൻ പറയുന്നു. 5. ആയുസ്. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും, എപ്പോൾ മരിക്കും എന്നതെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതിനാൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ഇത് മാറ്റാൻ കഴിയില്ല.